CPM ജില്ലാ സെക്രട്ടറി തന്നെ നേരത്തെ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണം കേട്ട ശേഷം ഞാൻ അനീഷിലേക്ക് വളരെ പെട്ടെന്ന് തിരികെ എത്താം. ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് CPM ആവശ്യപ്പെടാനുള്ളത് അടിയന്തരമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള സമഗ്രമായ അന്വേഷണം ആവശ്യമാണ്. IC ബാലകൃഷ്ണൻ MLA തൽസ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ വേണ്ടി തയ്യാറാകേണ്ടതായിട്ടുണ്ട്. സമഗ്രമായ അന്വേഷണത്തിന്റെ ഭാഗമായി കുറ്റക്കാരായ മുഴുവൻ ആളുകളെയും പുറത്തു കൊണ്ടുവരണം. IC ബാലകൃഷ്ണൻ മാത്രമല്ല ഇതിന് ഉത്തരവാദി. KPCC നേതൃത്വം ഈ ആത്മഹത്യക്ക് ഉത്തരവാദിയാണ്. KPCCക്ക് നേരത്തെ തന്നെ കത്ത് നൽകിയിട്ടും അതിലൊരു ഇടപെടലുണ്ടാവുകയോ അതിലൊരു പരിഹാരം ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു വിധത്തിലുള്ള ഇടപെടലും ഉണ്ടാവാത്തതിനെ തുടർന്നുകൂടിയാണ് ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ പണം തിരിച്ചു വാങ്ങാൻ വേണ്ടി പലതവണയായി ഇദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തുകയും അതിൽ മനനൊന്നുകൊണ്ടും അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് KPCC നേതൃത്വവും സ്വാഭാവികമായിട്ടും ഈ ആത്മഹത്യക്ക് ഉത്തരവാദിയാണ്. KPCC നേതൃത്വത്തിനും അതുപോലെ തന്നെ IC ബാലകൃഷ്ണൻ MLAക്കുമെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് കുറ്റം ചുമത്തിക്കൊണ്ട് കേസെടുക്കണമെന്ന് കൂടെ CPM ആവശ്യപ്പെടുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾ ഏറ്റെടുക്കാൻ തന്നെയാണ് CPM തീരുമാനിച്ചിട്ടുള്ളത്. കാരണം നമുക്കറിയാം 2 മനുഷ്യജീവനുകളാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടുള്ളത്. എന്തായാലും CPIM ഈ വിഷയത്തിന്മേൽ വലിയ പ്രതിഷേധം ഉയർത്തുകയാണ്. IC ബാലകൃഷ്ണന്റെ രാജി മാത്രമല്ല KPCC നേതൃത്വം ഈ ആത്മഹത്യക്ക് മറുപടി പറയണം. ആത്മഹത്യാ പ്രേരണ കുറ്റം നേതൃത്വത്തിന് എതിരെ ചുമത്തണം എന്നാണ് CPIM ആവശ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് നിയമന വിവാദവുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്ത വിജയൻ പരാതി ഉന്നയിച്ചിട്ടും KPCC ഈ വിഷയത്തിൽ ഇടപെട്ടില്ല. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് KPCC നേതൃത്വത്തിന് എതിരെ വലിയ വിമർശനം കൂടി ഉന്നയിക്കുന്നത്. രാഷ്ട്രീയമായി വലിയ വിവാദമായി കൂടി മാറുകയാണ് NM വിജയന്റെ ആത്മഹത്യ.